ഇവിടെ സന്നിഹിതരായിട്ടുള്ള ലോക കേരള സഭ അംഗങ്ങളെ, ഇതുപോലൊരു പരിപാടി യുണൈറ്റഡ് ഗവൺമെന്റ് മറ്റുള്ള സംസ്ഥാനങ്ങളോട് പോലെ സംഘടിപ്പിക്കാൻ പറയുന്ന ഒരു വിശാലമായ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ സന്തോഷമായി കാണുകയാണ്. ഇവിടെ പ്രവാസികള് അല്ലെങ്കിൽ കേരള ജനത സന്തോഷത്തിലാണ്. അസാധ്യമായതൊക്കെ സാധ്യമാക്കിയെടുക്കുന്ന ഒരു ഭരണകൂടം നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സഭയിൽ ഒരംഗമായി പങ്കെടുക്കുന്നത്. നിരവധി വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട MLA ജലീൽ സാഹിബ് നേരത്തെ പറഞ്ഞൊരു വിഷയം മാത്രം പറയുന്നു. നിക്ഷേപിക്കുവാനുള്ള അവസരം പ്രവാസികൾക്ക് ഉണ്ട്. അതൊരു പക്ഷേ ചൂഷണത്തിലേക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഈ കേരളത്തിൽ ചൂഷണത്തിന് വിധേയമാകുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രവാസ ലോകത്തും നിരവധി പ്രവാസികൾ ഇത്തരം കെണികളിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടത് അവർക്ക് തന്നെയാണ്. ഒരു സുരക്ഷിതമായ സെക്യൂരിറ്റി ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ അവർ ആ പണം ഒരു സുരക്ഷിതമായ സ്ഥലത്ത് അവർക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയും ചെയ്യും. പരിഗണിക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു. മറ്റൊന്ന്, നമ്മളൊക്കെ പ്രവാസി വെൽഫെയർ ബോർഡിൽ അംഗങ്ങളാണ്. പ്രവാസി വെൽഫെയർ ബോർഡ് അംഗങ്ങളായ സമയത്ത് അവർക്കൊക്കെ ആരോഗ്യ സഹായം ലഭിക്കും. ഒരു ആരോഗ്യ സഹായം ലഭിക്കണമെങ്കിൽ 50,000 രൂപയാണ് കൊടുക്കുന്നത്. ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 100 ബില്ല് ഉണ്ടായിത്തീരും. ആ 100 ബില്ലും സൈൻ ചെയ്ത് കൊടുത്തെങ്കിൽ, ആ 100 ബില്ലും ഡോക്ടർ സൈൻ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടുന്നത് അപ്രൂവ് ആകുന്ന ഒരു സാഹചര്യമുള്ളൂ. അതിന് പകരം മൊത്തത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം അപ്രൂവൽ ആക്കി കൊടുക്കുകയാണ് എങ്കിൽ അത് വളരെ എളുപ്പമാകും. നമുക്കറിയാം, തിരക്കുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഹോസ്പിറ്റലൊക്കെ. അതുകൊണ്ട് അതുകൂടെ പരിഗണിക്കണം. ഏതായാലും നിരവധി വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. വലിയ സന്തോഷം. കൂടുതൽ ഉഷാറായി നമുക്ക് ഇനിയും അടുത്ത വർഷങ്ങളിൽ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സന്തോഷം. ശുഭ അഗസ്റ്റിൻ, കാനഡ.